അകഴിഞ്ഞ മഹാകാരുണ്യത്തിന് 139ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവം നമ്മൾ ആഘോഷിച്ചു. ദൈവം ഒരുക്കി എല്ലാം നടത്തി. അതിൻ്റെ തൃക്കൊടി ഉയർത്തുന്ന സമയം മുതൽ ആ തൃക്കൊടി ഇറക്കുന്ന സമയം വരെയുള്ള ഓരോ നിമിഷങ്ങളും ഈ മഹാമാരിയുടെ നടുവിൽ, ഈ അന്ധകാര നിബിഡമായ ലോകത്തിൽ ഇപ്രകാരം നടത്തുവാൻ സർവശക്തിക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. കാരണം ഈ സന്നിധാനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നവർക്കും ഇതിൽ ഉൾപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ലോകവശാൽ വലിയ പിടിപാടുകളുള്ളവരൊന്നുമില്ല, ആരുമില്ല. എല്ലാം സാധുക്കളാണ്. നമ്മുടെ പൂരം ജന്മനക്ഷത്ര സമ്മേളന വേദിയിൽ ബഹുമാന്യനായ നമ്മുടെ സജി ചെറിയാൻ MLA പറഞ്ഞു, ഇവിടെ വന്നാൽ വലിയ പടപടപ്പുള്ളവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് തുറന്ന് പറഞ്ഞ, ഹൃദയം തുറന്ന് പറഞ്ഞൊരു കാര്യം. വലിയ പടപടപ്പുള്ളവരെ ഒന്നും, അങ്ങനെ ആ വാക്കാണ് ഉപയോഗിച്ചത്, ഉള്ളവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ സാധുക്കളെ ഒത്തുചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്രയും വലിയ ഒരു കാര്യം ഇങ്ങനെ നടത്തണമെങ്കിൽ അത് ദൈവശക്തിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. വൻപന്മാർ, മന്ത്രിസഭാ അംഗങ്ങൾ, വലിയ വലിയ ചെയർമാൻമാർ, വലിയ വലിയ കൗൺസിലർമാർ എന്ന് വേണ്ട ഉന്നതിയിലുള്ള സർവ്വ ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് ഒരുക്കിയതാണ് പല പൂരങ്ങളും. തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പല പരിപാടികളും പലതും മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പല വിധത്തിലുള്ള അനിഷ്ടങ്ങളും പല വിധത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ചു. സർവശക്തി എത്രത്തോളം കരുതിയാണ് നമുക്കിത് ഒരുക്കി തന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ പകരം നമ്മൾ എന്താണ് ചെയ്യുക, എന്താണ് പറയുക? പക്ഷേ സർവശക്തി തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള നിയമമനുസരിച്ച് നമ്മുടെ വിശേഷങ്ങൾ നടക്കുമ്പോൾ സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക എന്നുള്ള നിയമമനുസരിച്ച് ആ സങ്കല്പവും പ്രാർത്ഥനയും അനുഭവവും നമുക്ക് ജഗദീശ്വരൻ നടത്തി തന്നിരുന്നു. നമ്മൾ സങ്കല്പിച്ചു, അറിയിച്ച അറിവിൽ കൂടി നമ്മൾ സങ്കല്പിച്ചു. ഹൃദയം കൊടുത്ത് നിന്നവരും അല്ലാതെ നിന്നവരും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആ കൃത്യം ദൈവം അറിയിച്ച അറിവനുസരിച്ച്, ഈശ്വരൻ ഈ ലോകത്തിൽ വന്ന് അറിയിച്ച അറിവനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്തു. ആ സങ്കല്പം ഈശ്വരൻ സ്വീകരിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിച്ചു. അനുഭവം നമുക്ക് ജഗദീശ്വരൻ ദാനം തന്നു. ഇനി നമുക്ക് നന്ദിപ്പെടുക ഈശ്വര തിരുമുമ്പാകെ. അതൊരു വാക്കുകൊണ്ട് തീരുന്നതല്ല, ഒരാഴ്ച കൊണ്ട് തീരുന്നതല്ല, ഒരു വർഷം പറഞ്ഞാൽ തീരുന്നതല്ല. എങ്കിലും സർവശക്തിയുടെ തീരുമാനവും അറിയിപ്പും അനുസരിച്ച് ഇന്ന് ഈ ഞായറാഴ്ച ആ ചടങ്ങ് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭക്തസന്താനങ്ങൾക്ക് എല്ലാവർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പൊതുവെ ആളുകൾ കുറവായിരുന്നു, ആരും വന്നില്ല എന്ന് തന്നെ വേണം. വളരെ കുറച്ച് ആളുകളെ വന്നു. കാരണം യാത്രാ സൗകര്യം ഇല്ലാത്ത ദിവസമാണ്, യാത്ര പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന ദിവസമാണ്. ലോകത്തിൽ അങ്ങനെയൊക്കെയാണ് ഓരോന്നും ഒരുക്കുന്നത്. അതൊക്കെ അതിൻ്റെ നിയമമനുസരിച്ച് നടക്കുന്നു. എത്രയും വേഗം അതൊക്കെ മാറി സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുവാനും ഉന്നതമായ കർമ്മങ്ങൾ ലോകത്തിൽ നടത്തുവാനും അനുവദിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിൻ്റെ ആരംഭകാലം മുതൽ നമ്മൾ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സർവശക്തി സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പിന്നെ വളരെ വിശേഷമായി നമുക്ക് അനുഭവപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ നടന്ന കർമ്മങ്ങളെല്ലാം നിങ്ങളെല്ലാം കണ്ടവരാണല്ലോ. വിദേശത്ത് വളരെ നിർബന്ധമായ നിയമങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. ഒത്തുചേരലെന്ന ഒരു പരിപാടിയേ ഇല്ല. 5 പേരിൽ കൂടുതൽ ഒരു ഫംഗ്ഷൻ ഒരു വീട്ടിൽ വെച്ചാൽ 5 പേർക്ക് കൂടാം, അതിൽ കൂടുതൽ കൂടാൻ പാടില്ല. അതിന് തക്കതായ തെളിവുകൾ കാണിക്കണം, അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടാവണം. 5 പേർക്ക് കൂടാം, അല്ലാതെ ഒരു പരിപാടിയും നടത്തരുത് എന്ന കർശന നിയമം. ഇന്ത്യയല്ല ഒരു സാധാരണ രാജ്യമല്ല, വിദേശ രാജ്യത്തെന്ന് പറഞ്ഞാൽ നിയമം ലംഘിച്ചാൽ അവരുടെ ശിക്ഷ പറഞ്ഞറിയിക്കാവുന്നതല്ല. അവർക്ക് അന്നേരം തോന്നുന്നതാണ് ശിക്ഷ. അങ്ങനെയാണ് അവിടുത്തെ നിയമം. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ
ദൈവം എഴുന്നള്ളി നിന്നുകൊണ്ട് അവരോട് അങ്ങോട്ട് പറഞ്ഞ് വലിയ ഹാള് അവർക്ക് കൊടുക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന നടത്താൻ. കുവൈറ്റിലും UAE-യിലും ഉന്നതമായ നിലയിൽ പൂരനക്ഷത്ര മഹോത്സവം ഒന്നേ ദിവസം തന്നെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയാണ് നടത്തുന്നത്. ഇപ്രാവശ്യം പൂരം വെള്ളിയാഴ്ച തന്നെ വന്നതുകൊണ്ട് അന്ന് തന്നെ അവർക്കും ആ പരിപാടി നടത്താൻ പറ്റി. അതിമനോഹരമായ നിലയിൽ അതെല്ലാം നടത്തപ്പെട്ടു. അനേകം ആളുകൾ ഒത്തുചേർന്നിരുന്നുകൊണ്ട് ആ പരിപാടികളെല്ലാം നടത്തി. അവർക്ക് ഓരോരുത്തരും വിളിച്ചു പറയുന്നത് കേട്ടാൽ എത്രത്തോളം തിരുവെഴുന്നള്ളത്ത് അവർക്ക് അനുഭവമായി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോരുത്തരുടെ അനുഭവം. അപ്രകാരം അതും ഈശ്വരൻ ഒരുക്കി നടത്തി തന്നതിന് നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം. ഇന്നത്തെ ഈ ഞായറാഴ്ച അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. പരിശുദ്ധ ബോധത്തെ നൽകിടുവാൻ പരിശുദ്ധ ശക്തി ഉദയമായി. പരിശുദ്ധ ബോധത്തെ നൽകിടുവാൻ പരിശുദ്ധ ശക്തി ഉദയമായി. പരിശുദ്ധ ബോധത്തെ നൽകിടുവാൻ പരിശുദ്ധ ശക്തി ഉദയമായി. ആത്മപരിശുദ്ധിക്കുള്ള മാർഗം ആത്മാക്കളിൽ ദാനം ചെയ്തിടുന്നു. ആത്മപരിശുദ്ധിക്കുള്ള മാർഗം ആത്മാക്കളിൽ ദാനം ചെയ്തിടുന്നു. പരിശുദ്ധൻ പരമാത്മാരൂപനീവൻ പരന്മാരിൽ വാഴുവാൻ ഒരുക്കിടുന്നു. പരിശുദ്ധൻ പരമാത്മാരൂപനീവൻ പരന്മാരിൽ വാഴുവാൻ ഒരുക്കിടുന്നു. പരിശുദ്ധൻ പരമാത്മാരൂപനീവൻ പരന്മാരിൽ വാഴുവാൻ ഒരുക്കിടുന്നു.
സർവശക്തി ലോകത്തിലേക്ക് പ്രത്യക്ഷമായി വന്ന തിരുവവതാര സുദിനമാണ് കഴിഞ്ഞ 10 ദിനങ്ങളായി നമ്മൾ ആഘോഷിച്ചത്. വിഷു 1-ാം തീയതി തൃക്കൊടിയേറി ആരംഭിച്ച ആ പൂരം ജന്മനക്ഷത്ര മഹോത്സവം ഓരോ ഹൃദയങ്ങളിലും ആനന്ദം നിറച്ചുകൊണ്ട് കരുണാനിധി നടത്തി തന്നു. അതിന്റെ അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതിനേക്കാൾ മഹത്തരമായി പലതും കേൾക്കാനും അറിയാനുമുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഇവിടേക്ക് വിളിച്ചു നിർത്തിയാൽ അവരവരുടെ അറിവിനനുസരിച്ച് അവരവരുടെ പ്രാപ്തി അനുസരിച്ച് ഈ ആനന്ദ സാഗരത്തിൽ നിന്ന് തപ്പിയെടുത്ത മണിമുത്തുകൾ ഓരോരുത്തരും ഇവിടേക്ക് വിളമ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ ആത്മാക്കളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നോ നാളെയോ മറ്റന്നാളോ തീരാത്ത വിധത്തിൽ പറയുവാനുള്ള അനുഭവങ്ങൾ ഓരോ ഹൃദയങ്ങളിലുമുണ്ട്. എന്നാൽ ഈ ആരാധനയ്ക്ക് അനുവദിച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് അതിന്റെ സമയക്രമം അനുസരിച്ച് ചുരുക്കം ചില ആളുകൾ നിങ്ങളുടെ പ്രതിനിധികളായി നിന്നിവിടെ വന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. എല്ലാ ഹൃദയങ്ങളും എപ്പോഴും സാക്ഷീകരണമായി തന്നെ ജീവിതം ചെയ്യണം. അതാണ് ആദർശ ജീവിതം. സദ്ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവിനനുസരിച്ച് കർമ്മിച്ച് ശുദ്ധീകരിച്ച് വളർത്തിയെടുത്ത് അനുഭവ ഗുണങ്ങൾ ആത്മാവിൽ സമ്പാദിച്ച് ആ ഗുണലാവണ്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർത്തുന്ന ജീവിതമാണ് ആദർശ ജീവിതം. ആ ആദർശ ജീവിതം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ വരുത്തുവാൻ, നിന്റെ ആത്മാവിൽ ഉറപ്പിക്കുവാൻ ആത്മനാഥൻ ത്യാഗം സഹിച്ച് അവതരിപ്പിച്ചു തന്നതാണ് ശുഭാനന്ദാദർശം. ആത്മബോധോദയ സംഘം തന്നെ പറയാൻ പഠിക്കണം, തന്നെ പറയാനും പഠിക്കണം. അതാരൊക്കെയാണ്? തന്നെ എന്ന് പറയുന്നത് അവരവർ പഠിച്ചെടുക്കണമെന്നും അവരവർ പഠിക്കുമ്പോൾ പഠിക്കുന്നത് ആത്മാവിനെ ആയതുകൊണ്ട് തന്നെ പറയാൻ പഠിക്കണമെന്നുമാണ്. പഠിക്കുമ്പോ അറിയുന്നത് ആത്മാവിനെ ആകയാൽ ആ തന്നെ പറയാൻ പഠിക്കണമെന്നുമാണ്. ആത്മാവായി ആത്മാവിൽ വാഴുന്ന തന്നെ പറയുവാൻ
തന്നെ പറയാൻ പഠിച്ചവരെല്ലാം പറയന്റെ മക്കളാണ്. അവരെല്ലാം പറയനാണ്. എന്താണ് പറയറെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പരമാർത്ഥം പറയുന്നവനെന്നാണ്. പച്ചപ്പരമാർത്ഥം തെളിച്ചറിയിച്ച് അനുഭവമാക്കി തന്ന പരമാത്മവാഴ്ച ലോകത്തിൽ അനുഭവമാക്കി തന്ന പരമഗുരുവിന്റെ അരിമസന്താനങ്ങൾ, ശിഷ്യസന്താനങ്ങൾ, ലോമന കുഞ്ഞുങ്ങൾ എല്ലാം പറയനാണ്. അതൊരു ജാതിയല്ല, അതൊരു മതമല്ല, അതൊരു അവഹേളിക്കപ്പെടുന്ന വാക്കുമല്ല. പരമാർത്ഥം പറയുവാൻ പറയനായി വന്നത് പരമാത്മാവാണെന്ന് അറിഞ്ഞിടണോ. സ്വീകരിച്ച് ജീവിച്ച് പറയനായി തീർന്നവർ സ്വയം പ്രകാശമായി നിലകൊള്ളും, അഥവാ പകലായി നിലകൊള്ളും. അവിടെ ഇരുട്ടില്ല. അങ്ങനെ പറയനായി തീർന്ന പരമാർത്ഥം തെളിയിച്ച് പകലായി തീർന്നവരെ പരമാർത്ഥം അറിയുവാൻ വേണ്ടി ഓരോരുത്തരെ അന്വേഷിച്ചു നടക്കും. അവര് സ്വീകരിക്കും, അവര് സ്വീകരിച്ചു ഉപചരിക്കും.
പാടിയിട്ട് ഞാൻ പരമാർത്ഥം പറഞ്ഞു പകലാക്കി തീർത്ത് ആ പകലുപയോഗിച്ച് വരന്മാരെ വീണ്ടും പകലാക്കി അതുപയോഗിച്ച് വീണ്ടും പകലാക്കി അങ്ങനെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള കരുണാനിധിയാണ് പറയുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള പറയനാണ് സുധാനന്ദ നാമത്തിൽ തിരുവവതാരമായി വന്നത്. ആ തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചത്. എല്ലാം ഒരുക്കി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോ ഓരോന്ന് ചിന്തിച്ചാൽ എല്ലാം ഒരുക്കിയതും താൻ തന്നെയാണ്. ഉപകരണങ്ങളായി നിങ്ങളെയൊക്കെ ഉപയോഗിച്ചു എന്ന് മാത്രം, അത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഗുരുവിന്റെ ഉപകരണങ്ങളാക്കി ഒരു നിമിഷമെങ്കിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സൽക്കർമ്മ മാർഗത്തിൽ നിങ്ങളെ ഓരോരുത്തരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ജന്മങ്ങളായി മാറോട് ചേർത്ത് കരുതി വളർത്തി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിലനിർത്തിയതാണ് എന്ന് നീ ഓർക്കണം. ഈ സൽക്കർമ്മത്തിന് ഭാഗമാക്കാകുവാനുള്ള പൂർണ്ണത നിന്നിൽ തന്നത് ആരാണെന്ന് നീ ഓർക്കണം. അതിൽ ഭാഗമാക്കാകാനുള്ള ഭാഗ്യം തന്നത് ആരാണെന്ന് ഓർക്കണം. ജന്മം തന്ന ജന്മിയെ അറിയണം. കർമ്മമാർഗം തെളിയിച്ച ഗുരുവിനെ അറിയണം. അനുഭവ ഭാഗ്യം തന്ന ഗുരുവിനെ അറിയണം. എന്നിട്ട് പറയണം, എന്ത് പറയണം? പറയണം വരന്മാരോ അനുഭവോരോന്നായി സത്യമേ പറയാവൂ, പരമാർത്ഥമേ പറയാവൂ. പരമാത്മാവിനെ കുറിച്ചുള്ള വർണ്ണനമാണ് പരമാർത്ഥം. പരമാത്മാവിനെ കുറിച്ചുള്ള വർണ്ണനമാണ് പരമാർത്ഥം. ലോകത്തിൽ പല കാര്യത്തിനും പരമാർത്ഥം ഒന്ന് ഉപയോഗിക്കാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പറയും, ഓ ഞാൻ പച്ച പരമാർത്ഥമാണ് പറഞ്ഞത്. ആ പരമാർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് അറിയില്ല. പരമാത്മാവിനെ കുറിച്ചുള്ള വർണ്ണനങ്ങളാണ് പരമാർത്ഥം. അത് പരമാത്മരൂപത്തെ കണ്ട ഒരു ആത്മാവിന് മാത്രമേ പറയാൻ കഴിയൂ. അപ്പോൾ എന്ത് കാണണം? കാണണം, നീ കാണണം, ഗുരുരൂപത്തെ കാണണം. ഈ ഉത്സവത്തിനൊരുക്കിയതായാലും സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ഒരുക്കുന്നതായാലും നിങ്ങൾക്ക് താമസിക്കാനുള്ള കെട്ടിടം ഒരുക്കുന്നതായാലും പശുക്കളെ വളർത്തുന്നതായാലും അതിനുള്ള സൗകര്യം ഒരുക്കുന്നതായാലും ഇതുപോലെ ഈ സന്നിധാനത്തിൽ നടക്കുന്ന സർവ്വകാര്യങ്ങളും
സകല കാര്യങ്ങളും നിന്റെ ആത്മാവിലേക്ക് ഈ രൂപത്തെ തെളിയിക്കുവാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടിയാണ്. നിന്റെ ആത്മാവിലേക്ക് ഈ രൂപത്തെ തെളിയിക്കുവാനുള്ള മാർഗങ്ങൾക്ക് നീ വേണ്ടി ഇവിടേക്ക് ആകർഷിക്കപ്പെട്ട് ഈ കർമ്മങ്ങളിൽ ഇടപെട്ട് ഈ ഗുരുവിനെ അറിഞ്ഞ് നിന്റെ രൂപമാക്കി തീർക്കുവാൻ നീ ആഗ്രഹിച്ച് അതിൽ കൂടി നീ കർമ്മിച്ച് ആ ഗുരുരൂപം നിന്റെ ആത്മരൂപമായി കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഗുരുനാഥൻ ഇതെല്ലാം ഒരുക്കുന്നത്. അപ്പൊ അതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. അങ്ങനെ അനേകം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഈ 139ാമത് പൂരജന്മ നക്ഷത്രത്തിൽ ഇവിടെ വന്നു ചേർന്നു. ഓരോ വിധത്തിൽ ഓരോന്നൊരുക്കി, ജീവിതമൊരുക്കി, കൊടിയൊരുക്കി, കൊടി കെട്ടാനുള്ള കയറൊരുക്കി. ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയാൽ ഈ പരിസരം ശുചീകരിക്കുന്നതായാലും ഈ ആശ്രമവും അനുബന്ധ കെട്ടിടങ്ങളും പെയിന്റ് ചെയ്യുന്നതായാലും ഇതുപോലെയുള്ള സർവകർമ്മങ്ങളും ഓരോരുത്തരും രാപകലില്ലാതെ അധ്വാനിച്ചാണ് ഒരുക്കിയത്. അവരവരുടെ കഴിവിനനുസരിച്ചല്ല, അതിനപ്പുറമായി ഒരുക്കി. അതെല്ലാം ഈശ്വരന്റെ കർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പാടിയത് ആനന്ദമേ പരമാനന്ദമേ യാത്ര ചോദിച്ചു പോയ സന്താനങ്ങളെയൊക്കെ നിങ്ങൾ പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാകാം, പരിചയമുള്ളവരാകാം. ഓരോരുത്തരും എത്ര ഹൃദയവേദനയോടുകൂടിയാണ് ഇവിടെ നിന്ന് പോയത്. ഹൃദയം പറിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദന, വിട്ടുപിരിയാൻ കഴിയാത്ത വേദന. ആ ബന്ധം, ആ സ്നേഹം, ആ ആഴം, അത് ഇവിടെ നിന്നുണ്ടായി. ആരാണതിന് കാരണം? എന്താണ് അതിന് കാരണം? ഏത് പ്രവൃത്തിയാണ് അതിനു വേണ്ടി നീ ചെയ്തത്? ആ കരുണാനിധി കനിഞ്ഞു ദാനം ചെയ്ത ഈ സുവർണമായ അവസരങ്ങളിൽ ഗുരുവുമായി ചേർന്ന് നിന്ന് നീ കർമ്മിച്ചപ്പോ ആനന്ദമേ പരമാനന്ദമേ ആനന്ദ സമ്പൂർണനാകുന്ന ഈശ്വരൻ എഴുന്നള്ളി നിന്നുകൊണ്ട് തന്റെ അവതാര കർമ്മങ്ങളുടെ ഭാഗതേയത്വം മർത്യജന്മങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇപ്രകാരം ചെയ്യിക്കുന്ന ഒരു സ്ഥാപനം ലോകത്തിൽ വേറെ എങ്ങുമില്ല. ഇല്ല എന്ന് പറയാൻ കാരണം അവതാരം കലിയുഗത്തിൽ ഒന്നേ ഉള്ളൂ. അത് ഖഡ്ഗി അവതാരമാണ്, അത് ശുഭാനന്ദ അവതാരമാണ്. ശുഭമായ ആനന്ദം നാമസങ്കീർത്തന വ്യവസ്ഥയിലൂടെ നാമാവതാര രൂപനാകുന്ന ഗുരു ആ സർവ ആത്മാക്കളിലേക്കും കരുണയോടെ ദാനം ചെയ്തുകൊണ്ട് ഇതാ ഈ മഹാദേവാലയത്തിൽ ബ്രഹ്മരൂപം കാട്ടിടുന്നു.
അതിനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് വേറെ എങ്ങുമില്ല. കല്യാവതാരത്തിന് മാത്രം കഴിയുന്ന കാര്യമാണിത്. അതിലാണ് നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തത്. ഈ സന്നിധാനത്തിൽ വന്ന് കർമ്മങ്ങളിൽ ഏർപ്പെട്ടവരും ഈ ജന്മനക്ഷത്രാഘോഷത്തിന് വേണ്ടി പലവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തവരും മനസ്സുരുകി ഇതിന്റെ പൂർണ്ണമായ നടത്തിപ്പിന് വേണ്ടി സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരും വിദേശങ്ങളിൽ ഇതിന്റെ മഹനീയമായ കർമ്മങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രയത്നിച്ചവരും പ്രയത്നിച്ചവർക്കും എല്ലാവർക്കും ഈ 139ാമത് പൂരം ജന്മ നക്ഷത്രത്തിന്റെ സർവമഹത്വങ്ങൾ ഈശ്വരൻ ദാനം ചെയ്തിരിക്കുന്നു. ഈശ്വരൻ ഇതാ കരുണയോടുകൂടി ദാനം ചെയ്തു. ഏറ്റവും പ്രയാസമായി അന്ന് അനുഭവപ്പെട്ടത് പൂരം ജന്മ നക്ഷത്രത്തിന് പ്രയാസം വരേണ്ട കാര്യമില്ല. പക്ഷേ എന്റെ സന്താനങ്ങൾ ഈ ലോക നിയമങ്ങൾ കാരണം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വന്ന കാഴ്ച വളരെ ദൂരത്തിൽ നിന്നൊരു നോക്ക് കണ്ടിട്ട് പോകേണ്ടി വന്ന അവസ്ഥ അത് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാക്കിയ കാര്യം. അത് തീർത്താൽ തീരാത്ത വേദനയാണ്. കാരണം അഴിവില്ലാത്ത ആത്മബന്ധത്തിൽ ആത്മലോകത്തെ ഒത്തുചേർത്ത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോ ആ ബന്ധം പിടിച്ചു പറിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. ശക്തിക്കും അത് അകറ്റാൻ കഴിയുന്നതല്ല. അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ്. ഈ ലോകത്തിൽ ഇപ്രകാരം ഒരു മഹാമാരി വന്ന് ഈ വിധത്തിലൊക്കെ ആക്കി തീർത്തത് സർവശക്തി കണ്ടറിഞ്ഞുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമാറാകട്ടെ. സർവശക്തി ഇതിനെ പരിഹരിക്കുമാറാകട്ടെ. ഈ മഹാരോഗത്തെ ലോകത്തിൽ നിന്ന് ഒഴിവാക്കുമാറാകട്ടെ. ആ വിഷമത്തോടുകൂടി പോയ എന്റെ സന്താനങ്ങൾക്ക് ഈ പൂരം ജന്മ നക്ഷത്രത്തിന്റെ സർവ്വ ആനന്ദവും കരുണാനിധി ദാനം ചെയ്തു കഴിഞ്ഞു. അത് അവരിൽ നിലനിൽക്കുമാറാകട്ടെ. നെടുനാൾ നിലനിൽക്കുമാറാകട്ടെ. ആനന്ദ സ്വരൂപൻ അവരിൽ കളിയാടുവാനാകട്ടെ. എന്നും ഒത്തുചേർന്ന് ഇരുന്നുകൊണ്ട് ഗുരുവുമായി ചേർന്ന് ആരാധിക്കുവാനും ഈ സ്തുതികളിലും ആരാധനകളിലും പങ്കെടുക്കുവാനും സർവമംഗള കർമ്മങ്ങളിൽ ഇടപെടുവാനും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്യുവാനും അതിൽ ആനന്ദിക്കുവാനും ജഗദീശ്വരനേവരെയും അനുവദിക്കുവാനാകട്ടെ. സർവ തടസ്സങ്ങളും മാറി സർവരെയും അനുവദിക്കുവാനാകട്ടെ. രോഗബാധിതരായി പലയിടങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന എന്റെ അരുമ സന്താനങ്ങളെ നിങ്ങളാരും മാനസികമായ പ്രയാസമുണ്ടാകാതെ നിങ്ങളുടെ ഉള്ളും പുറവുമായി വാഴുന്ന ഗുരുവിനെ അറിഞ്ഞുകൊണ്ട് ഉള്ളും പുറവുമായി നിങ്ങൾ ആരാധിക്കുക. ആ തൃപ്പാദത്തിൽ ആശ്രയിക്കുക. സുഖവും ആരോഗ്യവും ആയുസ്സും ജഗദീശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിധത്തിലും നിങ്ങൾ ദണ്ഡപ്പെടരുത്. ഒന്നുകൊണ്ടും നിങ്ങൾ മനപ്രയാസപ്പെടരുത്. ജഗദീശ്വരൻ നിങ്ങളോടുകൂടിയുണ്ട്. കരുണയോടുകൂടിയുണ്ട്. സർവ ഔഷധത്തിന്റെ ഉടമസ്ഥനായ ജഗദീശ്വരൻ നിങ്ങളോടുകൂടിയുണ്ട്. നിങ്ങൾക്ക് സുഖവും ആരോഗ്യവും ഈശ്വരൻ ദാനം ചെയ്യും. എല്ലാ വിധത്തിലും ഈ മഹാരോഗത്തെ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി എന്റെ സന്താനങ്ങളെ സ്വതന്ത്രരാക്കുവാൻ തീരുമാനിക്കുകയാണ്. കരുണാനിധി നടപ്പിലാക്കി തരുമാറാകട്ടെ. സർവശക്തി നടപ്പിലാക്കി തരുമാറാകട്ടെ. ഈ പ്രകൃതി ഏറ്റെടുക്കുമാറാകട്ടെ. ഈ പ്രകൃതി ഏറ്റെടുക്കുമാറാകട്ടെ. സർവകർമ്മങ്ങളും ഉന്നതമായി നടത്തപ്പെടട്ടെ. സർവാത്മാക്കളും രക്ഷ പ്രാപിക്കട്ടെ. നടക്കാനിരിക്കുന്ന മഹാധാരാസുതി മഹായജ്ഞം ഉന്നതമായി ആനന്ദമായി അനുഗ്രഹീതമായി സർവശക്തി എഴുന്നള്ളുകൊണ്ട് നടത്തി തരട്ടെ. സമാധി ദിനാചരണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുവാനും അന്നേ ദിവസം മെയ് മാസം 17-ാം തീയതി പ്രത്യേക വ്രതത്തോടും സങ്കല്പത്തോടും കൂടി എല്ലാ സന്താനങ്ങളും നന്ദി നിറഞ്ഞ സ്മരണകളോടുകൂടി ജീവിക്കുവാൻ
ഹൃദയത്തോടുകൂടി ജീവിക്കുവാൻ കരുണാനിധി അനുവദിക്കുമാറാകട്ടെ. മഹാഗോപുരത്തെ ഉന്നതമായ നിലയിൽ പൂർത്തീകരിച്ച് ആത്മബോധോദയ സംഘത്തിന്റെ വിളംബരമായി ഗുരുനാമത്തിന്റെ പുകഴ്ചയ്ക്കായി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സർവ്വസന്താനങ്ങളെയും കരുതി രക്ഷിക്കട്ടെ. സർവ്വ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. സർവ്വാത്മാക്കളെയും ദർശിച്ചിരിക്കുന്നു. സർവരെയും രക്ഷിച്ചുകൊണ്ട് ഈശ്വരൻ വാഴുമാറാകട്ടെ. കരുണാ